തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളിയെ കാണാതായിരിക്കുകയാണ്. ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മാരായിമുട്ടത്ത് എൻ ജോയിക്കായുള്ള തെരച്ചിൽ 3-ാം ദിവസത്തിലേക്ക് ഇന്ന് കടക്കുന്നു. ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട ജോയിയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും പിന്നെ 120 MLA-മാരും ഭരണസ്ഥിരാ കേന്ദ്രവും അടങ്ങുന്ന തിരുവനന്തപുരം നഗരിയുടെ ഹൃദയഭാഗത്തു നിന്നുമാണ് ജോയി എന്ന തൊഴിലാളിയുടെ ജീവൻ അഴക്ക് കൂനയിൽ പൊലിഞ്ഞില്ലാതായത്. ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യ ശുചീകരണത്തിനായി ഇറങ്ങിയ ജോയി പെട്ടെന്നുണ്ടായ മഴയിലും അടിയൊഴുക്കിലും പെട്ട് ടണലിൽ അകപ്പെടുകയും ടണലിലെ മാലിന്യ കൂമ്പാരത്തിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അമിതമായ മാലിന്യ കൂമ്പാരത്തിന്റെ ഇടയിൽ മുങ്ങിയും താഴ്ന്നും ജോയിയുടെ മൃതദേഹം ഏകദേശം 48 മണിക്കൂർ കൊണ്ടാണ് വീണ്ടെടുക്കുന്നത്. മാലിന്യ ശുചീകരണത്തിനായി മാൻഹോളിൽ ഇറങ്ങി ജീവൻ നഷ്ടപ്പെടുന്ന കേസ് ഇത് കേരളത്തിൽ ആദ്യമായി സംഭവിക്കുന്ന ഒന്നല്ല. 2015-ൽ ഇതിന് സമാനമായി കോഴിക്കോടും 2 ജീവനുകൾ പൊലിഞ്ഞിരുന്നു. അനുഭവങ്ങളിൽ നിന്നും ഒന്നും പഠിക്കാതെ നമ്മൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ജോയിയുടെ അവസ്ഥയ്ക്ക് കാരണക്കാരാണെന്ന് പറയാതെ പറയേണ്ടി വരുന്നു. കേരളത്തിലെ പ്രധാന നഗരങ്ങളായ തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി തുടങ്ങിയ നഗരങ്ങളിലെല്ലാം വൻതോതിലുള്ള മാലിന്യ കൂമ്പാരങ്ങളും അഴുക്കുചാലുകളുമാണുള്ളത്. മലേറിയയും പ്ലേഗും പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് വരെ കാരണമായേക്കാവുന്ന ഇത്തരം മാലിന്യത്തിലൂടെയാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും നമുക്ക് ഗവൺമെൻറ്റിനെയോ കോർപ്പറേഷനെയോ മറ്റധികാരികളെയോ കുറ്റപ്പെടുത്താം, ക്രൂശിക്കാം എന്നല്ലാതെ ഇവിടെ ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. ഇനിയും ഓരോ ജോയിമാർ നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരുടെ ഭാഗമാകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്.